ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൈസ് ഒരു ബുള്ളിഷിലാണ് നിൽക്കുന്നത് അല്ലേ. പ്രൈസ് കഴിഞ്ഞ ആഴ്ച പ്രൈസ് നല്ലൊരു മൺഡേ തന്നെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്കൊക്കെ വീണായിരുന്നു. എന്നാലും നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഡേയുടെ ഒരു ഓർഡർ ഫ്ലോ. അത് അത്ര ഹൈ പ്രയോറിറ്റി അല്ല, പക്ഷേ ആ ഡേയുടെ ഓയും കൂടി വന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ഐഡിയ ആകും. ആ സമയത്ത് ഒരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. പല ആൾക്കാരും ആ ട്രേഡുകൾ എടുത്തായിരുന്നു, വളരെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തു. ചില ആൾക്കാർക്ക് അത് കിട്ടിയില്ല. എന്നാൽ നമുക്ക് അവിടെ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാകുന്നത്. അതാണ് നമുക്ക് ഒരു സ്വിംഗ് ട്രേഡിനൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് എന്നും പറഞ്ഞ് കിട്ടുന്നത്. നമുക്കത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വരുമ്പോൾ അതിന് മുമ്പത്താഴ്ച പ്രൈസ് ഒരു ബിയറിഷിലേക്ക് മാറിയായിരുന്നു. അതൊരു IFC ക്യാൻഡിൽ അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ ആഴ്ച ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് വന്നാലും ഇതൊരു നിങ്ങൾ നോക്കുമ്പോൾ ഒരു ബിയറിഷ് ഹാമർ ക്യാൻഡിലാണ്, പക്ഷേ ഇതൊരു IFC ക്യാൻഡിലല്ല. IFC ക്യാൻഡിലാണെങ്കിൽ നമുക്ക് പ്രൈസ് നല്ലൊരു താഴേക്ക് മിനിമം ഇവിടം വരെയെങ്കിലും വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാനും. പ്രൈസ് ഏകദേശം ഇവിടം വരെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി ഡെയിലി എന്താണ് സംഭവിച്ചത്. ഡേ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് നമ്മൾ പറഞ്ഞിട്ട് എൻട്രി കിട്ടി എന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഫ്രൈഡേ പ്രൈസ് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന പൊസിഷൻ നോക്കിയാൽ ഈ ഒരു അപ്പോൾ മൺഡേ പ്രൈസ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ബിയറിഷ് ക്യാപ്പിലാണ്. ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഇത്രയും നാൾ പ്രൈസ് ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ട് മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബുള്ളിഷ് ക്യാപ്പിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തിരുന്നത്. നമ്മൾ പലപ്പോഴും ആ ബുള്ളിഷ് ക്യാപ്പൊക്കെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആളുകളാണ് പല ആൾക്കാരും അല്ലേ. നമ്മളിങ്ങനെ പല ബുള്ളിഷ് ക്യാപ്പാണ്. പക്ഷേ പ്രൈസ് ബിയറിഷിലേക്ക് വന്നപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം, ബിയറിഷ് ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ലോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കി എത്ര ഡോളറാണെന്ന് നോക്കി, $60. നിങ്ങളൊരു $10 സ്റ്റോപ്പ് ലോസ് വെച്ച ഒരാളിനെ സംബന്ധിച്ച് ഇത് വന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ $60 സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ നമ്മൾ അത്രയും പ്രോഫിറ്റ് മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുമെന്നും പറഞ്ഞ് ഫ്രൈഡേയിൽ ആ ട്രേഡ് ഇട്ട് വെക്കും. ചിലപ്പോൾ നല്ല റിസ്ക് ഉണ്ടാവും. നമ്മൾ 1% റിസ്ക് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യും, 6% റിസ്ക് വരും, നല്ല ലോസ് വരും. നമ്മൾക്കത് റിക്കവറി ചെയ്യാൻ തന്നെ പാടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിലല്ല ആ ഒരു ട്രേഡിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് നടന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലൈവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് $10 സ്റ്റോപ്പ് ലോസ് വരേണ്ട അടുത്ത് എന്ത് $60 വന്നു. അപ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. പ്രൈസ് എങ്ങനെയാണോ കയറിയത് അതേപോലെ തന്നെ പ്രൈസ് താഴേക്ക് വരാൻ സാധ്യത. ഓക്കെ, പ്രൈസ് ബിൽഡപ്പ് ചെയ്തതിനേക്കാളും ഫാസ്റ്റായിട്ടല്ലേ താഴേക്ക് വരുന്നത്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. താഴേക്ക് വരുന്ന വരവെന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. തിരിച്ച് കയറുന്നതൊക്കെ അത്രയും ഉണ്ടാകില്ല. പക്ഷേ ഈ കയറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ വീഴുന്ന ക്യാൻഡിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ 2-3 ആഴ്ചത്തെ കയറുന്നതിൻ്റെ 2-3 ആഴ്ചത്തെ ക്യാൻഡിലാണ് ഒറ്റ ആഴ്ചയൊക്കെ നമുക്ക് കണ്ടത്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോർമൽ ഓർഡർ ഫ്ലോയാ, അത്ര ഹൈ പ്രയോറിറ്റി. പക്ഷേ ഡേയുടെ ഐഡിയം എടുക്കുന്നതോടെ ഇതൊരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ആകും. നമുക്ക് എവിടം വരെ പ്രൈസ് നമുക്ക് ഹോൾഡ് ചെയ്യാം, നമുക്ക് ഈ മേജർ ഹൈ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേയുടെ ഡിസിഷൻ ഓബിയിൽ പ്രൈസ് വന്ന് ടച്ച് ചെയ്തിട്ടില്ല. ഡിസിഷൻ ഓബി നമുക്ക് ഈ ഒരു ഓബിയിൽ പ്രൈസ് കൊണ്ട് ടച്ച് ചെയ്തിട്ടില്ല. ശരിക്കും ആക്ച്വലി പല ആൾക്കാരും വേറെ സെറ്റപ്പിൽ എടുക്കുമ്പോൾ ഡിസിഷൻ ഓബ് ഇതാണ്. പക്ഷേ നമ്മൾ വീണ്ടും ഒരു സെറ്റും കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതാണ് എടുക്കുന്നത്. ഇതൊരു ഡേയുടെ സെറ്റപ്പിൽ നോക്കുമ്പോൾ ഈ ഐഡിയം എടുത്തിരിക്കുന്നത് ഹൈ പ്രയോറിറ്റിയാണ്. ഡേയുടെ ഓർഡർ ഫ്ലോ ഹൈ പ്രയോറിറ്റിയാണ്. നമ്മുടെ 4 ഹവറിൻ്റെ എക്സ്ട്രീം ഓബിയിലാണ് പ്രൈസ് ഇരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഹൈ പ്രയോറിറ്റിയാണ്. നേരത്തെ വന്ന ഡേയുടെ ഇതേപോലെ തന്നെ ഡേയുടെ ഐഡിയം എടുത്ത് ഡേയുടെ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്ത ഈ ഒരു ഡേയുടെ ഓർഡർ ബ്ലോക്കിൽ ഇതേ ഒരു പൊസിഷൻ തന്നെയായിരുന്നു. ഇതൊരു ഹൈ പ്രയോറിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾക്ക് പ്രീവിയസ് ഹൈ നമ്മൾ 4 ഹവറിൽ നോക്കി നമ്മൾ ടാർഗറ്റ് വെച്ചു. പ്രീവിയസ് ഹൈ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഡേയിൽ തന്നെ പ്രീവിയസ് ഹൈ ഇതായിരുന്നു, ടാർഗറ്റ് വെച്ചു. സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പോയതാണ്. പക്ഷേ ഈ ഇറങ്ങുന്നതിനേക്കാൾ ഇച്ചിരി സ്ലോ ആയിരിക്കും കയറുന്നത്. ഇത് നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കയറുന്നതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്ന പ്രൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ബുള്ളിഷ് ആണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബുള്ളിഷ് PO നല്ല രീതിയിൽ എന്ത് ചെയ്തു, റിയാക്ട് ചെയ്തു. പ്രൈസ് ഇവിടം വരെ വന്നതാ, അല്ലേ 400 വരെ വന്നതാണ്. പ്രൈസ് ഇപ്പോൾ എവിടം വരെ പോയായിരുന്നു നോക്കിയാൽ 100 വരെ, 5100 വരെ, ഏകദേശം $200 പ്രൈസ് ആ ഒരു പൊസിഷനിൽ നിന്ന് കയറിപ്പോയതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രൈസിന് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ഫെയിലാകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അപ്പോഴും ആക്റ്റീവ് ആണെങ്കിൽ റീആക്റ്റീവ്, പക്ഷേ ചിലപ്പോൾ ഇതും ഫെയിൽ ആകാനുള്ള സാധ്യത. അങ്ങനെ ഇത് ഫെയിലാകുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴാണ് പ്രൈസ്
ഒന്ന് ബിയറിഷ് മൂവ്മെൻറ്റ് നടത്താൻ പോകണമെന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ബിയറിഷ് മൂവ്മെൻറ്റ് നടത്തണമെങ്കിൽ ഒരു 2-3 ദിവസം ഇതേപോലെ നടത്തിയിട്ട് കഴിയില്ല. ആഴ്ചകളോളം മാസങ്ങളോളം പ്രൈസ് എന്ത് ചെയ്യണം, ഇപ്പോൾ ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തതുപോലെ തന്നെ ആഴ്ചകളോളം മാസങ്ങളോളം പ്രൈസ് എന്ത് ചെയ്യണം, ബിയറിഷിലേക്ക് മൂവ് ചെയ്താലേ അതിന് നമുക്ക് ബിയറിഷ് മൂവ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ 4 ഹവറിലേക്ക് വരാം. 4 ഹവറിൽ നമ്മൾ നോക്കുമ്പോൾ 4 ഹവറിൻ്റെ എക്സ്ട്രീം ഒ ബിയിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഞാൻ എടുത്തു പറഞ്ഞതാണ് ഈ എക്സ്ട്രീം ഒ ബി വിഗ് ബ്രേക്കാണ് നടത്തിയത് ആദ്യം. ഇനി ഇത് ബോഡി ബ്രേക്ക് നടത്തിയാൽ മാത്രമേ ഇത് ഫെയിലാവുള്ളൂ. അത് ഫെയിലായില്ല. അതേപോലെ ഇവിടെ നമുക്കൊരു ഡിസിഷൻ ഒ ബി ഉണ്ടായിരുന്നു ഈ സ്ട്രക്ചറിൻ്റെ, അതിലും കൂടി മിറ്റിഗേഷൻ. അപ്പോൾ മൾട്ടിപ്പിൾ പി ഒയിലാണ് പ്രൈസ് വന്നെങ്കിൽ വളരെ ഫാസ്റ്റായിരിക്കും പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡേയിലാണെങ്കിൽ ഡേയുടെ ആ ഒരു ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന അല്ലെങ്കിൽ ഐഡിയം എടുക്കുമ്പോൾ നമുക്ക് 4 ഹവറിൽ സിംഗിൾ ക്യാൻഡിൽ IFC ക്യാൻഡിൽ, നമുക്ക് സിംഗിൾ ക്യാൻഡിൽ IFC ക്യാൻഡിൽ 4 ഹവറിൽ കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 ഹവർ എടുക്കാം. അപ്പോൾ 4 ഹവറിൻ്റെ ആയതുകൊണ്ട് നമുക്ക് 50 മിനിറ്റ് ആ സമയത്ത് പിടിക്കാം. നമുക്ക് നോക്കാം 50 മിനിറ്റിൽ എന്താണ് ആ ഒരു പൊസിഷനിൽ നമുക്ക് കിട്ടിയിരിക്കണതെന്ന് നോക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 50 മിനിറ്റിലേക്ക് വരാം. എന്താ വെച്ചാൽ 4 ഹവറിൻ്റെ ഒ ബിയിലാണല്ലോ പ്രൈസ് വന്നത്. 4 ഹവറിൻ്റെ 2 ഒ ബി ഓൾറെഡി ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് 50 മിനിറ്റ് നോക്കാം. 50 മിനിറ്റിൽ ഈ എൻട്രി എടുത്തു കഴിഞ്ഞപ്പോഴാണ് പല ആളുകൾക്ക് ഒരു പ്രോബ്ലം വന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഒരു ദിവസം $300-400 മൂവ് ചെയ്യുമ്പോൾ നേരത്തെ ഒരു ദിവസം $50 $100 മൂവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ 5 ഇരട്ടിയും 10 ഇരട്ടിയൊക്കെയാണ് പ്രൈസ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അതേപോലെ ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ നമ്മൾ നേരത്തെ എടുക്കുന്നതിനേക്കാൾ 5 ഇരട്ടിയാകുക. അതായത് ഒരു $5 വെക്കുന്നയാളെ സംബന്ധിച്ച് $50 വെക്കേണ്ടി വരാം. നമ്മളപ്പോൾ ഒരു $10 $15 ടാർഗറ്റ് വെക്കുന്നത് നമ്മൾ സംബന്ധിച്ച് എന്താ $50 $100 $150 നമുക്ക് ടാർഗറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പൊസിഷനിൽ പ്രൈസ് വന്നു. ഇവിടെ നമുക്ക് സിംഗിൾ ക്യാൻഡിൽ IFC ക്യാൻഡിൽ കിട്ടിയിട്ടില്ല. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. IFC ക്യാൻഡിൽ കിട്ടി, പക്ഷേ ഫേക്ക് IFC ക്യാൻഡിൽ. എന്തുകൊണ്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ആയില്ല, ലോ ബ്രേക്ക് ആയിപ്പോയി. നെക്സ്റ്റ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയത്. നമുക്കൊരു IFC ക്യാൻഡിലാണ് സിംഗിൾ ക്യാൻഡിലായിട്ട് എടുക്കുന്നവർക്ക് സിംഗിൾ ക്യാൻഡിലായിട്ട് എടുക്കാം. എന്നാലും നമുക്ക് സിംഗിൾ ക്യാൻഡിലാക്കിയാൽ ഏറ്റവും ബെറ്റർ IFC ക്യാൻഡില. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1:5 ഒക്കെ വരെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഹൈ ഏതാണ്, ഇതാണ് നമ്മുടെ പ്രീവിയസ് ഹൈയിലേക്ക് വരുമ്പോൾ 1:3 ഒക്കെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, എല്ലാവരും അലട്ടിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ എത്രയുണ്ടെന്ന് നോക്കിയേ, $98 ഉണ്ട്. അതായത് അറൗണ്ട് $100 ഉണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നോക്കുമ്പോൾ എന്ത് ചെയ്യണം, അത്രയും വെക്കണം. വെക്കാതെ വേറെ നിവർത്തിയില്ല. ഇവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൈസ് എന്ത് ചെയ്യും, ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ടച്ച് ചെയ്യുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് എവിടെ കിടക്കണമെന്ന് നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു. നമ്മൾ ഈ ഒരു പൊസിഷനിൽ ട്രേഡ് എടുക്കുമ്പോൾ ഏകദേശം 4500 എന്ന് പ്രതീക്ഷിക്കുക. ഇതിൻ്റെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് 700 ആണ്. അപ്പോൾ ഏകദേശം എത്ര കിട്ടിയെന്ന് നോക്കിയേ, $200 മൂവ്മെൻറ്റ് കിട്ടി. അപ്പോൾ 1:2 എന്ത് ചെയ്ത് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രേഡ് ധൈര്യമായിട്ട് എടുക്കുക. നിങ്ങൾ എടുക്കുന്ന റിസ്ക് കുറച്ചാൽ മതി. നിങ്ങൾ $10 സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നിങ്ങൾ $50 അല്ലെങ്കിൽ $20 നിങ്ങളുടെ അല്ലെങ്കിൽ $30 നിങ്ങൾ ടാർഗറ്റ് വയ്ക്കും. 1:2 എന്ന് പറയുമ്പോൾ $10 സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ $20 മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് 1:2 ആകുന്നുള്ളൂ $20 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ വെക്കുന്ന റിസ്കിൻ്റെ 10 വെച്ചാൽ മതി. അതേ പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്തുകൂടെ. അപ്പോൾ ചെറിയ അക്കൗണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിസ്ക് ചെയ്യുമ്പോൾ വളരെ ഇതായി. ചില ആൾക്കാർ 0.01 യൂസ് ചെയ്യുന്ന ആൾക്കാരോടൊന്നും എനിക്ക് പറയാനില്ല. അതിൽ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക, സുഖമായിട്ട് അത് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇനി എഗെയിൻ എങ്ങനെയാണ് നമുക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 4 ഹവറിലൊക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, 4 ഹവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പിടിച്ച് 4 ഹവറിൻ്റെ 50 മിനിറ്റിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഹൈയിൽ ഈ ഐഡിയം എടുത്തിട്ടുണ്ട്. ഇത് സ്നോബി ഫസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ എടുക്കാനായിട്ട് നോക്കിയത്. അതിനുശേഷം നമുക്ക് വരുന്ന OB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇതിന് താഴേക്ക് ഇവിടെയൊന്നും ഒരു OB ഒന്നും ഇല്ല. പിന്നെ വരുന്നത് ഈ വിക്ക് OB ആണ്. ഈ വിക്ക് OBയിൽ പ്രൈസ് വന്നിട്ട് മിറ്റിഗേഷൻ നടത്തിയിട്ടില്ല. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും മിറ്റിഗേറ്റഡ് ആണ്. അപ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റില്ല. പിന്നെ പ്രൈസ് നേരെയൊക്കെ വന്നു. നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ വേറെ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഡേയുടെ ഓർഡർ ഫ്ലോയിലിട്ട് എൻ്റർ ചെയ്ത് നോക്കാം. ഡേയുടെ ഓർഡർ ഫ്ലോയിൽ നമുക്ക് 4 ഹവർ ഓൾറെഡി കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 1 ഹവർ നോക്കാം. 4 ഹവർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി താഴേക്ക് നോക്കാം. താഴേക്ക് പോകുന്നതോളം റിസ്ക് ഉണ്ട്. പക്ഷേ 1 ഹവർ നമുക്ക് ഇച്ചിരിയും കൂടി മെയിനായിട്ട് നോക്കാവുന്നൊരു എൻട്രി സെറ്റപ്പാണ് 1 ഹവറിൻ്റെ. 1 ഹവറിൽ നമുക്ക് എന്ത് കിട്ടണം, 1 ഹവറിൽ നമുക്ക് ഇവിടെ നല്ലൊരു സിംഗിൾ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അത് IFC ക്യാൻഡിലാണ്. IFC ക്യാൻഡിലാണ്. അതിൽ മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് വെച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 50 മിനിറ്റിനേക്കാളും സ്റ്റോപ്പ് ലോസ് വരും. എന്താ വെച്ചാൽ 50 മിനിറ്റിനേക്കാളും വലിയ ക്യാൻഡിലാണ് എന്ത് ചെയ്ത് 1 ഹവറിൽ വരുന്ന ക്യാൻഡിൽ. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ
ചേഞ്ച് ഓഫ് കെയർട്ട് കിട്ടി. നമുക്ക് ചോക്ക് വിത്ത് ഐഡിയമാണ് അല്ലേ. പ്രൈസ് ഈ ഹൈയിൽ നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ ഐഡിയയും കിട്ടി. അപ്പോൾ ചോക്ക് വിത്ത് ഐഡിയയും കിട്ടി പ്രൈസ് റിയാക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഐഡിയയും കിട്ടിയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് നോക്കാം. നമ്മുടെ ടാർഗറ്റ് ഫസ്റ്റ് ഹിറ്റ് ചെയ്തു, പിന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ അടിച്ചു. നമ്മളിവിടെ പ്രൈസ് നോക്കുമ്പോഴത്തേക്ക് ഈ ലോയിൽ OB ഇല്ല. നമുക്ക് പിന്നെ വരുന്ന OB ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്താൽ നമുക്ക് ട്രേഡ് നോക്കിക്കൂടെ? ഉറപ്പായിട്ടും നോക്കാം. നമുക്ക് ഫ്രൈഡേ മോർണിംഗ് ആണ് പ്രൈസ് വന്ന് ഇതിൽ മിറ്റിഗേറ്റ് ചെയ്ത് ഏകദേശം 5:30 എൻട്രി ഒക്കെ ആയപ്പോൾ 6:30 ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല അക്കൗണ്ടുകളിലും മിസ്സായ ഒരു ട്രേഡും കൂടിയാണ് പല ആൾക്കാർക്കും. ഏർലി മോർണിംഗ് എണീക്കാത്ത പല ആൾക്കാർക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ആക്റ്റീവ് ആകാൻ പറ്റാത്ത പല ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ പ്രൈസ് ഇവിടെ വന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് 50 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു സിംഗിൾ ക്യാൻഡിൽ ഉണ്ടല്ലേ. അപ്പോൾ ഈ സിംഗിൾ ക്യാൻഡിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നു. പ്രൈസ് വളരെ ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഏകദേശം അപ്പോഴും ഈ പറയുന്ന $70-75 പക്ഷേ പ്രൈസ് നല്ല രീതിയിൽ ഇറങ്ങി വന്നതുകൊണ്ട് നിങ്ങൾക്ക് അതും കൂടി ഏകദേശം ഒരു $50 താഴെ ഒരു $30-40 റിസ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ട്രേഡ് എടുക്കാവുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ഡേയുടെ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ 4 ഹവറിൽ നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ 4 ഹവർ നോക്കുമ്പോൾ ഈ ഹൈക്ക് ഐഡിയം ഉണ്ട്. പ്രൈസ് ഒരു എക്സ്ട്രീമിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി കയറി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും പ്രൈസ് കയറുന്നത്. ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിലും പ്രൈസ് ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഈ ട്രേഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 700 നിന്ന് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടം വരെ പോയി 950 വരെ ഏകദേശം $250 പ്രൈസ് മൂവ് ചെയ്തു. നമ്മളൊരു $40 റിസ്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1:5 അതിന് മേലെ 6 ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു റേഞ്ചിലേക്ക് പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ ട്രേഡ് എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇനി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒന്ന് പ്രൈസ് തേർഡ് ചാൻസ് തരുമോ എന്ന് ഇനി എനിക്ക് ആരും മെസ്സേജ് ചെയ്യേണ്ട. ഫസ്റ്റ് ചാൻസ് കിട്ടി, സെക്കൻഡ് ചാൻസ് കിട്ടി. ഇപ്പോൾ ഈ രീതിയിലൊക്കെ മാനേജ് ചെയ്ത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് എത്രത്തോളം പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് നമ്മുടെ റിസ്ക്കും നമ്മുടെ പ്രോഫിറ്റിൻ്റെ ടാർഗറ്റൊക്കെ വലുതാവും. അതൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡ് റൺ ചെയ്യണത് മേജർ ഹൈ വരെ നമുക്ക് റൺ ചെയ്യാം. പക്ഷേ എൻ്റെ ചില അക്കൗണ്ടുകൾ ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇവിടെ നിന്ന് എടുത്തിട്ട് ചില അക്കൗണ്ടുകൾ റൺ ചെയ്യും. ചില അക്കൗണ്ടുകൾ ചെയ്യാനേ പറ്റിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഈ ഫസ്റ്റ് ടാർഗറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് എടുത്ത് നെക്സ്റ്റ് ടാർഗറ്റ് വരുന്ന ഈ ഒരു പൊസിഷനാണ്. ഇതിൽ ചിലപ്പോൾ മൺഡേ വന്ന് ഈ പൊസിഷനും കയറി പ്രൈസ് മുകളിലേക്ക് പോകാം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ സൈഡ് തന്നെ നോക്കാം. ഞാൻ സെൽ സൈഡ് പറയുന്നില്ല. ഇപ്പോൾ സെൽ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ 50 മിനിറ്റിലൊക്കെ ബൈ ചാൻസ് കേട്ടോ. ഞാൻ അതിൻ്റെ അകത്തൊരു 20%, 25% ചാൻസേ പറയുന്നുള്ളൂ. അല്ലാതെ ഞാനൊരു 50 പോലും പറയുന്നില്ല. ബൈ ചാൻസിൽ നമ്മുടെ ഈ ഒരു 50 മിനിറ്റിൻ്റെ ഇതിൽ വന്ന് പ്രൈസ് ചിലപ്പോൾ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചാൻസ് കൂടും. പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. ഈ ബിൽഡപ്പിലാണ് വന്നെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് കയറിപ്പോൾ ബൈ സൈഡ് തന്നെ പരമാവധി പിടിക്കുകയാണ്. ഇപ്പം ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഡേയുടെയൊക്കെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാൻ പറ്റും. അത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ട്രേഡ് എടുത്ത് പോകുന്നതാണ് നല്ലത്. വളരെ ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക. നിങ്ങൾ ചെയ്യട്ടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മൂവ്മെൻറ്റ്സും നമ്മളുടെ സ്ട്രാറ്റജിയിൽ വരുന്ന മൂവ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. അത് മനസ്സിലാക്കുക. എല്ലായിടത്തും പോയി ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ ട്രേഡർ ആകും. നമ്മൾ ഒരിക്കലും പ്രോഫിറ്റിൽ വരില്ല. ഒരുപാട് പ്രോഫിറ്റ് നമ്മൾ കാണും. ഒരിക്കലും നമുക്ക് ആ പ്രോഫിറ്റൊന്നും ബുക്ക് ചെയ്യാനും പറ്റില്ല. നമ്മളൊരിക്കലും പ്രോഫിറ്റബിൾ ട്രേഡറും ആകില്ല. അപ്പോൾ നമ്മളുടെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതേത് സമയത്താണോ അതിൻ്റെ മൂവ്മെൻറ്റ്സ് വരുന്നത് ആ ട്രേഡുകൾ എടുക്കുക. അപ്പോൾ ആ നമ്മുടെ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്ത് ആ സമയത്ത് മാത്രം നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വലിയൊരു പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ടിൽ ഇപ്പോൾ ഗോൾഡിൽ നല്ല മൂവ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കറൻസികളൊന്നും പറയുന്നത്. ഗോൾഡിൽ ഇത്രയും നല്ല ട്രേഡ്സുകൾ നടക്കുമ്പോൾ നമ്മൾ കറൻസിയിൽ പോയി നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന നമ്മുടെ ഗോൾഡിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളുടെ GBP USDയിലേക്ക് പോകാം. കറൻസിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ മന്തിലേക്ക് വരാം. ഈ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്? പ്രൈസ് ഒരു ബിയറിഷിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഈ ഒരു മന്തിൻ്റെ ഹൈ ഒക്കെ പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള ഒരു സാധ്യത ഈ ഫെബ്രുവരി മാസത്തിൽ കൂടുതലാണ്. നമുക്ക് വീക്കിലേക്ക് വരാം. ഈ വീക്ക് എന്താണ് നടന്നത്? ഈ വീക്ക് പ്രൈസ് ഒരു ബിയറിഷ്. അപ്പോൾ നമുക്ക് ഇതൊരു സ്ട്രക്ചർ വെച്ച് നോക്കണമെങ്കിൽ ഇതൊരു വീക്ക് ബ്രേക്ക് ഈ ഒരു സ്ട്രക്ചർ ഭയങ്കര സംഭവമൊന്നും പറയാൻ പറ്റില്ല. ഇത് വീക്ക് ബ്രേക്ക് ബോഡി ബ്രേക്ക് ഒന്നും നടത്തിയിട്ടില്ല. എന്നായിരുന്നെങ്കിൽ ഇത് ഇച്ചിരിയും കൂടി വരാം. ചിലപ്പോൾ പ്രൈസ് ഒന്ന് വന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ മുകളിലേക്ക് പോവാം.
അപ്പോൾ നമുക്ക് നേരെ ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേയിൽ ഒരു പ്രൈസ് ബുള്ളിഷ് ചേഞ്ച് ഓഫ് കാർട്ട് നടത്തിയിരിക്കണേണ്. നമുക്ക് ഡേയിലൊന്നും പറയാനൊന്നുമില്ല. ഐ ഡി ഒന്നും എടുത്തിട്ടില്ല. ഐ ഡി എടുത്തിട്ടെങ്കിൽ ബൈയൊക്കെ കേട്ടോ. ഇപ്പോൾ നമുക്ക് 4 ഹവറിൻ്റെ ഐ ഡിയും എടുത്തു. പ്രൈസ് റിയാക്ട് ചെയ്തു. നല്ലൊരു എൻട്രി ആയിരുന്നു. ഒരു പ്രീവിയസ് ഹൈ ഒക്കെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി. നല്ലൊരു ടാർഗറ്റ് കിട്ടി. പല ആൾക്കാർക്കും ഈ ട്രേഡ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സെക്കൻഡത്തെ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് ഡിസിഷനോബിയും പ്രൈസ് റിയാക്ട് ചെയ്തൊരു പ്രീവിയസ് ഹൈ ഒക്കെ ചിലപ്പോൾ കയറി പോകാം കേട്ടോ. കയറിപ്പോയിൽ ഈ ഒരു ഹൈയിലൊക്കെ വരെ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ഓബിയൊക്കെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. ധൈര്യമായിട്ട് ആ ട്രേഡ് പോയി എടുത്തേക്കാം. പ്രൈസ് എന്നാലൊരു ബിയറിഷിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റ്സാണ് പ്രൈസിന് ഇപ്പോൾ കൺട്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് പരമാവധി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എടുക്കുക. അതിപ്പോൾ ഒരു വീക്കിൻ്റെ ഹൈ ഒക്കെ പ്രൈസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ലൊക്കെ നോക്കാം. സെല്ലിലേക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ബൈയിലേക്ക് കിട്ടുന്ന ഇതേപോലെ എക്സ്ട്രീം ഓബികളുടെ ബൈയിലേക്ക് കിട്ടുന്ന സാധ്യതകൾ പരമാവധി യൂസ് ചെയ്യും. എനിക്ക് അത്രമേ പറയാനുള്ളൂ ബ്രിട്ടീഷ് പൗണ്ടിൽ. നമുക്ക് നേരെ യൂറോ യൂസ്റ്റിലേക്ക് പോവാം. കറൻസികളെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് 1-2 മാസങ്ങളായിട്ട് നല്ല ബുള്ളിഷായിരുന്നു. അപ്പോൾ ഈ ഒരു മാസം വന്നു കഴിഞ്ഞപ്പോൾ ഗോൾഡിനോടൊപ്പം തന്നെ ഗോൾഡ് കയറുന്ന സാധാരണ ബ്രിട്ടീഷ് പൗണ്ടൊക്കെ കയറുമ്പോൾ ഗോൾഡ് ഇറങ്ങുന്നതാണ്. ഗോൾഡ് ഇറങ്ങുമ്പോൾ ബ്രിട്ടീഷ് പൗണ്ട് കയറുന്നതാണ്. ആ ഒരു സംഭവം ഒന്നും എപ്പോഴും ഒന്നും ഉണ്ടാകണമെന്നില്ല കേട്ടോ. മാർക്കറ്റ് ഓൾറെഡി എല്ലാ കറൻസികൾക്ക് ഗോൾഡിന് ഗുണമായതുപോലെ തന്നെ ടോട്ടൽ ന്യൂസും കാര്യങ്ങളും ഫണ്ടമെൻ്റൽ എല്ലാം കറൻസികൾക്ക് ഗുണമായിട്ടായിരുന്നു. എല്ലാവരും ഡീസെൻട്രലൈസ്ഡ് ഡോളർ എന്നുള്ള രീതിയിൽ എല്ലാ രാജ്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കറൻസികൾക്കൊക്കെ നല്ല മൂവ്മെൻറ്റ്സ് കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഈ മന്ത് പ്രൈസ് ജസ്റ്റ് ഒരു ബിയറിഷാണ്. ഈ വീക്ക് നോക്കണമെങ്കിലും പ്രൈസ് ബിയറിഷാണ്. നമുക്ക് ഈ ഹൈ ഒക്കെ നേരത്തെ കണ്ടതുപോലെ തന്നെ ലിക്വിഡിറ്റി ഗ്രാബ് എന്നാൽ ഈ ഹൈ വലിയ സ്ട്രോങ്ങും അല്ല. നമുക്ക് ഡേയിലേക്ക് വരാൻ. ഡേയിൽ എന്താണ്? ഡേയിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രീം ഓബി ഉണ്ട്. ഇവിടെ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഒരു സ്വിംഗ് ട്രേഡ് ബുള്ളിഷിലേക്ക് ബൈ എൻട്രി എടുത്തു. ധൈര്യമായിട്ട് എടുത്തോ. നമുക്ക് 4 ഹവറിൽ തന്നെ അവിടെ അതേ പൊസിഷനിൽ നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നമുക്ക് 4 ഹവറിൻ്റെ ഓബി ഉണ്ട്. അതിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് റിയാക്ഷൻ എടുക്കുക. ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ് ബെറ്റർ. നമുക്ക് നേരെ 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും ഡേയുടെ കുറേ താഴേക്കാണ് 1 ഹവറിൻ്റെ ഓബി. 1 ഹവർ സ്ട്രക്ചർ ഓൾറെഡി ഇച്ചിരി വലുതായിരുന്നു. അപ്പോൾ ഡേയുടെ 4 ഹവറിൻ്റെ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ആ ഒരു ബൈ നോക്കുന്നതാണ് നല്ലത്. സെല്ലിലേക്ക് കിട്ടുന്ന സാധ്യതകളും യൂസ് ചെയ്യുക. ഹോൾഡ് ചെയ്യണമെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ വെക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈ എടുത്ത് പൊസിഷൻ പോയൊരു ബിയറിഷിലേക്ക് ചെന്നു. അപ്പോൾ നമ്മൾ ബൈ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ വെക്കുന്നു. സെല്ല് നമ്മൾ എടുക്കുന്നു. സെല്ല് നമുക്ക് ഒന്നെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് എന്ത് കിട്ടും? ബൈ എൻട്രി എടുത്തിരിക്കുന്ന ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ എൻട്രി നമുക്ക് അവിടെ പ്രോഫിറ്റിൽ തന്നെ ഇരിക്കണം. ചെറിയൊരു ലോസ് അവിടെ വന്നു. നമ്മൾ റിസ്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ആ സെല്ലെടുത്ത ട്രേഡ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അതിപ്പോൾ ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, നെക്സ്റ്റ് ബ്രേക്ക് ചെയ്യാൻ വെക്കുക. മറ്റേത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാനല്ലേ, ഇവിടെ നമുക്ക് ലോസ് ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊരു എൻട്രി പോയാലും എന്താ ഓപ്പോസിറ്റ് ഒരു എൻട്രി മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കറൻസികളിൽ മെയിനായിട്ട് എടുക്കേണ്ടതായിട്ട്. നല്ല ബുള്ളിഷിൽ പോകുമ്പോൾ ബൈ മാത്രം എടുക്കുക. അല്ലാതെ ഇതേപോലത്തെ സിറ്റുവേഷനിലൊക്കെ 2 സൈഡിലേക്ക് നിങ്ങൾ നോക്കുന്നതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ. അതിപ്പോൾ ഗോൾഡിലാണെങ്കിലും ഞാൻ ചില പൊസിഷനിൽ അങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ നമുക്ക് മന്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള 2 കറൻസികൾ കണ്ടതുപോലെ അല്ല, ഓസ്ട്രേലിയൻ ഡോളർ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. നല്ല കാര്യം, ഓസ്ട്രേലിയൻ ഡോളർ ബുള്ളിഷിൽ പോട്ടെ. അപ്പോൾ വീക്കിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ലോ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഹൈ അല്ല, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഈ ഹൈയില പ്രൈസ് വന്ന് ഈ വിക്ക് ചിലപ്പോൾ ഇനിയും പ്രൈസ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വിക്കോബി ഉണ്ട്. ഈ വിക്കോബി റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിയാക്ട് ചെയ്യണമെങ്കിൽ നല്ല റിയാക്ഷൻ കിട്ടും. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം എടുത്ത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുക. ഈ ഒരു പൊസിഷനിൽ വന്ന് വിക്കോബി നമ്മളുടെ IFC ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ വിക്കോബിയിലേക്ക് വരാനുള്ള സാധ്യതയില്ല. പ്രൈസ് അല്ല പുൾ ബാക്ക് നെക്സ്റ്റ് വീക്ക് എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ശ്രദ്ധിക്കുക. ഐഡിയം എടുത്തിട്ടുണ്ട്. ഐഡിയത്തിൻ്റെ റിയാക്ഷൻ ടാർഗറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വീക്കിൻ്റെ വിക്കോബിന്ന് പിന്നെ സെല്ല് നോക്കുന്നതാണ് പറ്റും. പക്ഷേ ടാർഗറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രൈസ് താഴേക്ക് പോകാനുള്ള സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 2 പൊസിഷനിലേക്ക് നോക്കുന്നതൊക്കെ നല്ലത്. ഇപ്പോൾ സിംഗ് ട്രേഡ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരേ സൈഡിലേക്ക് സിംഗ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ബ്രേക്ക് ഇവൻ അടിക്കും. അപ്പോൾ 2 സൈഡിലേക്ക് ഞാൻ പറഞ്ഞ പോലെ സിംഗ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രേഡ് നിങ്ങൾക്ക് ബ്രേക്ക് ഇവൻ അടിക്കുമ്പോഴത്തേക്കും മറ്റു ട്രേഡ് നല്ല പ്രോഫിറ്റ് റൺ ചെയ്യും. അപ്പോൾ ഒറ്റ ട്രേഡാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യും മാറ്റി അവിടെ സ്റ്റോപ്പ് ലോസ് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇമോഷൻ വർക്കൗട്ട് ആവും. അപ്പോൾ നമുക്കിപ്പോൾ 4 ഹവറിൻ്റെ ഓബിയിൽ നിന്നാണ് പ്രൈസ് ഇത് മൂവ് ചെയ്തത്. പ്രൈസ് ഏകദേശം ഒരു 70% വരെ പ്രൈസ് മൂവ് ചെയ്ത് തിരിച്ചു വന്ന് ലിക്വിഡിറ്റി ഗ്രാബാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് മൂവ് ചെയ്യാം. പക്ഷേ ഈ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ബ്രേക്കാണ് നടത്തിയിരിക്കണമെങ്കിലും ഈ
ഹൈക്ക് ഇവിടെ ഐഡിയം ഉണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒ ബി വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങോട്ട് നിങ്ങൾക്ക് ട്രേഡ് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. നല്ല രീതിയിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് മാത്രമുള്ള ട്രേഡുകൾ ബുക്കിൽ എഴുതി വെക്കുക. ഈ ട്രേഡുകളെ ഞാൻ ഈ ആഴ്ചയിൽ ഞാൻ എടുക്കുകയുള്ളൂ. ആ ട്രേഡുകൾ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യും. അല്ലാത്ത ട്രേഡുകളിലൊന്നും പോയി എന്ത് ചെയ്ത് കൈവെക്കരുത്. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം ട്രേഡ് കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ ചിലപ്പോൾ വരാം. ഒരു സൈഡിലേക്ക് കിട്ടുന്നില്ല, ചാർട്ട് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഡയറക്ഷൻ കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ. ആ ദിവസം നമ്മുടെ മൈൻഡ് കറക്റ്റല്ല, നമ്മൾ മാറിയിരിക്കും. ആ സമയത്ത് ട്രേഡുകളുണ്ട്, നിങ്ങളതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ ഒരു അപ്സെറ്റ് ആകുന്നത്. പക്ഷേ എൻ്റെ ട്രേഡുകളല്ല, മാറി നിൽക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് തോന്നും. ആ സമയത്ത് വന്ന് നമുക്ക് നല്ലൊരു ട്രേഡ് വിസിബിൾ ആകുന്ന ടൈമിൽ വന്ന് എടുക്കുക. അല്ല, നമ്മുടെ ഈ മൈൻഡ് സെറ്റിൽ നമ്മൾ വീണ്ടും ട്രേഡ് കിട്ടാൻ വേണ്ടി ചാർട്ട് നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ട്രേഡുകളും, നമ്മൾ ചെയ്യാത്ത പല ട്രേഡുകളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ പോയി ട്രേഡ് എടുക്കും, ലോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ ബുക്കിൽ എഴുതിയ ട്രേഡാണോ ജേണൽ എഴുതുന്നത്? ഇല്ല, എൻ്റെ ബുക്കിൽ എഴുതിയ ട്രേഡല്ല, നമ്മുടെ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആണ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ബ്രേക്ക് ഈവൻ ആണെങ്കിലും എൻ്റെ സിസ്റ്റത്തിന് എതിരായിട്ട് എടുത്തിരിക്കുന്ന ട്രേഡാണ്. അപ്പോൾ നമ്മളത് എടുക്കാതിരിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ബുക്കിൽ എഴുതിയിരിക്കുന്ന നമ്മുടെ സ്ട്രാറ്റജിയിൽ മാറ്റം വരാം. ഓരോ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് അനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ ഓരോ ആഴ്ചയിലും നല്ല രീതിയിൽ അനാലിസ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രാറ്റജിയിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി തിരുത്തി അതിന് കറക്റ്റ് ചെയ്യുക. അതനുസരിച്ച് വേണം നെക്സ്റ്റ് വീക്ക് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റബിൾ പ്രൊഫഷണൽ ട്രേഡറായി നിങ്ങൾ മാറും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.